ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനായി ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, 1 ചെറുനാരങ്ങയുടെ നീര്, കോൺഫ്ലവർ പൊടി 2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. ഇപ്പോൾ സമയം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നും ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 200 ഗ്രാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് മറച്ചിട്ട് വേവിച്ചെടുക്കുക. ഇങ്ങനെ മറച്ചും തിരിച്ചും ഇട്ട് ഒരു 15 മിനിറ്റ് നേരം ഏകദേശം ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കും. ഇപ്പോൾ ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ബാലൻസ് ഉള്ള ചിക്കനും ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കണം. അതിനുശേഷം ചിക്കൻ വേവിച്ച് എണ്ണയിൽ തന്നെ ഏകദേശം ഒരു 5 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് അതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ആ എണ്ണയിലേക്ക് 2 സബോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ ഞാൻ ഏകദേശം ഒരു 20 ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അത് ഞാൻ ഏകദേശം 1 ടീസ്പൂണോളമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റുക. 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് 3 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചെറുതായി ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് വറുത്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച കറിവേപ്പിലയും വറ്റമുളകും ഇട്ട് കൊടുക്കുക. വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ കൊണ്ടാട്ടം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ കൊണ്ടാട്ടം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്ര ടേസ്റ്റ് ആയിട്ടുണ്ട്, അത്ര രുചിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.